എം ജയചന്ദ്രൻ ഇന്നിപ്പോൾ പൂരം കലയ്ക്ക് മുഖ്യമന്ത്രി എന്നൊരു ടാഗ് കൂടി ഇട്ടുകൊണ്ടാണ് ബ്ലോക്കുകളിൽ KPCC അൻവറിനെ ആയുധമാക്കിക്കൊണ്ട് ആഞ്ഞടിക്കാൻ പോകുന്നത്. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇതേ വിഷയമായിരിക്കും കോൺഗ്രസ് ഉയർത്താൻ പോകുന്നത്. പൂരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി വിശ്വാസ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കപ്പെടാൻ പോവുകയാണ്. പക്ഷേ അപ്പോഴും സർക്കാരിൻ്റെ കൈവശമുള്ളത് ആരോപണ വിധേയനായ ADGP നൽകിയ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്ന് DGP കുറിപ്പെഴുതിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് മാത്രമാണ്. ഈ റിപ്പോർട്ടിന്റെ ബലത്തിൽ ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ തെരുവിൽ നേരിടാനുള്ള കരുത്തുണ്ടോ ഇടതുപക്ഷത്തിന്? എം ജയചന്ദ്രൻ. നിസ്സംശയം ഉണ്ട് എന്ന് തന്നെ ആ ഉത്തരവാദിത്തോടെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രിയപ്പെട്ട ശ്രീ ജ്യോതികുമാർ ഇപ്പോൾ മുമ്പേ സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങൾ ശബരിമല കടന്നു വന്നല്ലോ. ഈ ADGPയുടെ പേര് അപ്പോഴും പരാമർശിച്ചു. അപ്പോൾ അദ്ദേഹം പറയാതെ വിട്ട ഒരു സന്ദർഭം കൂടി ഉണ്ട്. അതൊന്ന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിക്കാം. താങ്കൾ പറഞ്ഞ ഈ അജിത് കുമാർ 2011-16 കാലത്തെ സർക്കാരിൻ്റെ UDF ഭരണകാലത്ത് ഏറ്റവും പ്രിയങ്കരനായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിക്ക്. അത് താങ്കൾക്കറിയാത്ത കാര്യമല്ലല്ലോ. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അടുപ്പക്കാരനായിരുന്നു. അന്ന് IG ആയിരുന്നു, ഇന്നത്തെ ADGP. അപ്പോൾ അതുകൂടെ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് ഇത് പറയുമ്പോൾ. അത്രേ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ പിന്നുള്ള സന്ദർഭങ്ങളൊക്കെ പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഡോക്ടർ അരുൺകുമാർ ചോദിച്ച ഒരു കാര്യം, ഇതാണ് വലിച്ചലക്കാൻ പോകുന്നത്. ഡോക്ടർ അരുൺ, ഞാൻ ഒരു കാര്യം അങ്ങോട്ടൊന്ന് ഒരു സംശയം താങ്കളോട് ചോദിച്ചോട്ടെ. ഈ നമ്മുടെ 2019 മുതൽ 2024 വരെ ഉണ്ടായിരുന്ന തൃശ്ശൂർ MP, അദ്ദേഹത്തിൻ്റെ ജയസാധ്യതയ്ക്ക് യാതൊരു മങ്ങൽ പോലുമില്ല, ജയസാധ്യത ഉറപ്പാണ് എന്ന് AICC ഇലക്ഷന് മുമ്പ് നിയോഗിച്ച കനുഗോലു കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങളെല്ലാം സാന്ദർഭികമായി പറഞ്ഞു പോയിട്ടുള്ളതാണ്. പിന്നീട് പറയുന്നില്ലെങ്കിലും സാന്ദർഭികമായി ആ കാലത്ത് പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഏത് TN പ്രതാപന് നല്ല വിജയസാധ്യതയാണ്, മാറ്റേണ്ട ഒരു കാര്യവുമില്ല എന്ന് കനുഗോലുവിൻ്റെ നിരീക്ഷണമാണ് കമ്മിറ്റിയുടെ. എന്താണ് TN പ്രതാപനെ മാറ്റിയത്? ആർക്ക് വേണ്ടിയിട്ടാണ് മാറ്റിയത്? അതും ഞാൻ ഇപ്പം പറയുന്നില്ല, പറയേണ്ടി വരും. വടകരയിൽ സംഭവിച്ചത് നമുക്കറിയാം. വടകരയിൽ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ സംഭവിച്ചു പോയ ഇക്വേഷൻസിന്റെ ഭാഗമായിട്ടാണ്. അവിടെ കുറച്ചുകൂടി ഇവിടെ കോൺഗ്രസിൽ നിന്ന്, പ്രത്യേകിച്ച് കരുണാകരന്റെ കുടുംബത്തിൽ നിന്നൊരംഗം BJPയിലേക്ക് വരുന്നു. കോൺഗ്രസ് പിടിക്കാൻ പ്രത്യേകിച്ച് കരുണാകരന്റെ തട്ടകത്തിൽ K മുരളീധരൻ കൂടുതൽ ശക്തനാവുമെന്ന് കരുതി. അവസാന നിമിഷത്തിലെ മാറ്റങ്ങളല്ലേ, കനകോലു റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷമല്ലേ അത് സംഭവിക്കുന്നത്? ജയചന്ദ്രൻ. അല്ല സർ, അത് ഒരു വർഷം മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടതാണെന്നേ. അതൊക്കെ കോൺഗ്രസിൻ്റെ അകത്തെ അന്തർനാടകങ്ങളിലേക്ക് താങ്കൾ വെറുതെ ഒന്ന് ഒരു വിരൽ കൊണ്ടൊന്ന് മറിച്ചു നോക്കിയാൽ മതി, പേപ്പർ പെട്ടെന്ന് മനസ്സിലാവും. അത്രേ ഉള്ളൂ കാര്യം. അതെന്താണ് അന്തർനാടകങ്ങൾ എന്നുള്ളത് ഇപ്പം പറയേണ്ട സമയമായിട്ടില്ല, വരട്ടെ, ഞാൻ പറയാം. താങ്കളുടെ വേറെ ചർച്ചകളിൽ നമ്മൾ വരുമല്ലോ, അന്നേരം ഞാൻ പറയാം എന്തായിരുന്നു അന്തർനാടകങ്ങൾ എന്നുള്ളത്. അത് വെറുതെ അങ്ങ് നിസ്സാരമായി വടകരയുടെ ഇക്വേഷൻ്റെ പേര് മാറിയതൊന്നും അല്ല ഡോക്ടർ അരുൺ. അതിനൊക്കെ വ്യക്തമായ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. എന്തായിരുന്നു ആ പദ്ധതി എന്നൊക്കെ ഉള്ളത് കോൺഗ്രസ്സുകാർ പറയുമെന്ന് അറിയാം. എന്താണ് TN പ്രതാപൻ ചർച്ചയിലൊന്നും വന്ന് കാര്യങ്ങൾ സംസാരിക്കാത്തത് എന്താണ്? താങ്കളൊന്ന് വിളിച്ചു നോക്കൂ, അദ്ദേഹം ഒന്ന് വരുമോ എന്ന് വിളിച്ചു നോക്കണം. ഈ തൃശ്ശൂരെ ഇലക്ഷനിയറിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയസാധ്യത ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി, അപ്പം അദ്ദേഹം പറയുന്ന ഒറ്റ മറുപടിയുള്ളൂ, AICC പറഞ്ഞു മാറാൻ പറഞ്ഞു, ഞാൻ മാറി. അതല്ല, കാര്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കാര്യം താങ്കളുടെ ചോദ്യം മറ്റൊന്നാണല്ലോ. ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഏറെ കാര്യങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞല്ലോ, ഈ പൂരം അലങ്കോലപ്പെടുത്തി എന്ന പദമാണ് മുഖ്യമന്ത്രി പ്രയോഗിച്ചത്. പൂരം അലങ്കോലപ്പെടുത്തി. മാധ്യമങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ പൂരം കലക്കിയെന്നോ കലങ്ങിയെന്നോ ഉള്ള ആ സംഗതിയെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ പ്രയോഗിച്ച് അലങ്കോലപ്പെടുത്തിയെന്നാണ്. അലങ്കോലപ്പെടുത്തിയതിന് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാളെ തിരുവനന്തപുരത്ത് എത്തിക്കഴിയുമ്പോൾ അതിൻ്റേതായ റൂട്ടിൽ കൂടെ എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് വരുമായിരിക്കും. വന്നു കഴിഞ്ഞാൽ 3-4 ദിവസങ്ങൾക്കുള്ളിൽ അക്കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ, അതറിയുമല്ലോ എന്നാണ് അദ്ദേഹം പൊതുസമൂഹത്തോടായിട്ട് മൈക്കിലൂടെയാണ് ചോദിച്ചത്, പ്രസംഗത്തിൽ അല്ലേ? ആ പ്രസംഗം എല്ലാവരുടെയും ഉണ്ടല്ലോ, നമ്മളിലൊക്കെ ഉണ്ടല്ലോ അത്.
അപ്പോൾ അത് അങ്ങനെ നിൽക്കുകയാണ്. അതിനകത്ത് ഊഹാപോഹങ്ങളുടെ ആവശ്യമില്ല. ആ ഒരു റിപ്പോർട്ടിൽ വെറുതെ നിഗമനങ്ങൾ മാത്രമല്ല, നിർദ്ദേശങ്ങളുണ്ടെന്ന് വ്യക്തമായിട്ടും എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് എന്നുള്ളത് വരാനിരിക്കുന്നതാണ്. ആ റെക്കമെൻഡേഷൻസ് ഉണ്ട്, നിശ്ചയമായും ഉണ്ട് റെക്കമെൻഡേഷൻസ്. പക്ഷേ ഈ എനിക്ക് ഊഹിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം മാധ്യമങ്ങളിൽ ഊഹിച്ച് ഓരോരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുക്കുകയാണല്ലോ. എനിക്കങ്ങനെ ഊഹശേഷി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം 3-4 ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരാനിരിക്കുന്നു. ഖണ്ഡനിലേക്ക് പോകണ്ട, പക്ഷെ ഒരു ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരം നൽകാമല്ലോ. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഏപ്രിൽ 23-ാം തീയതി DGPയോട് നിർദ്ദേശിച്ച മുഖ്യമന്ത്രി ഒടുവിൽ 5 മാസം കഴിഞ്ഞ് അൻവർ ആരോപണം ഉന്നയിച്ച്, പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിച്ച് RSS കൂടിക്കാഴ്ച വന്നതിനു ശേഷം 24-ാം തീയതിക്ക് മുമ്പ് നൽകണമെന്നൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഈ കാലവിളംബത്തിന് എന്ത് സമാധാനം പറയും എം ജയചന്ദ്രൻ? അല്ല, അതൊരു ഡിസ്പ്യൂട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ശരിയാണ്, ആ കാലവിളംബം ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയുമാണ്. അതുകൊണ്ടാണല്ലോ പല കോണുകളിലും CPIയുടെ അടക്കം വിമർശനങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ. പക്ഷെ ആ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അത് വരികയാണ് എന്ന് മുഖ്യമന്ത്രി ഡേറ്റ് പറഞ്ഞപ്പോൾ VS സുനിൽകുമാർ എന്താണ് പറഞ്ഞത്? ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് താങ്കളോട് തന്നെ പറഞ്ഞില്ലേ VS സുനിൽകുമാർ? അതാണ് വസ്തുത, അതാണ് കാര്യവും. അപ്പോൾ പിന്നെ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽഡ് ആണെന്നുള്ളതല്ല, അത് ഡിസ്പ്യൂട്ട് ആണെന്ന് തന്നെ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ടൈം ഫ്രെയിം വെച്ചിരിക്കുന്നത് 24-ാം തീയതി. അത് ഇന്നാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ടാവണം. അതിൻ്റെ അകത്ത് തീരുമാനം എന്താണെന്നുള്ളത് 3-4 ദിവസത്തിനകം അറിയാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ എന്ന് മറ്റാരും പറഞ്ഞ് നമ്മൾ ഊഹിക്കുകയല്ലോ. സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഇന്നലെ മൈക്കിൽ കൂടെ പറഞ്ഞതാണ്, പരസ്യമായി കേരളത്തോട് പറഞ്ഞതാണ്. അപ്പൊ അത് അത്രയുള്ളൊരു കാര്യം. ആ 3-4 ദിവസത്തിനകം അതിന്റെ വസ്തുതകൾ എന്താണെന്നുള്ളത് സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. എന്താണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, എന്താണ് റെക്കമെൻഡേഷൻസ്, അതിന്മേൽ എന്താണ് ഗവൺമെന്റ് തീരുമാനം, ഇത്രയും കാര്യങ്ങൾ വരും. അതിലൊരു സംശയമില്ലാതെ തന്നെ പറയാൻ പറ്റും, വരും. അതിന്റെ പേരിൽ മാത്രമല്ലല്ലോ ഈ തൃശൂർ പരാജയത്തിന്റെ കാരണങ്ങളിൽ പല കാരണങ്ങളിൽ ഒരു കാരണമാണ് അതെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അത് LDFന്റെ പരാജയമാണെങ്കിലും UDF സ്ഥാനാർത്ഥിയുടെ പരാജയം അതുമായി ബന്ധിപ്പിക്കുന്നത് ADGP RSS ബാന്ധവം കൂടിയാണ് ജയചന്ദ്രൻ. ഇന്നിപ്പോ VD സതീശനും മുരളീധരനും കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും ബ്ലോക്കുകളിൽ പോയി പ്രസംഗിച്ചത് ഇതേ വാചകമാണ്. പൂരം കലയ്ക്ക് മുഖ്യമന്ത്രി എന്നൊരു ടാഗ് ലൈൻ വീണ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വീഴുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും ഈ ADGP ക്രമസമാധാന ചുമതലയെ നിലനിർത്തിക്കൊണ്ട് എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ സാർ. അല്ല, അത് മുഖ്യമന്ത്രി സ്റ്റേറ്റ് ക്വസ്റ്റ്യൻസിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് 20-ാം തീയതി മറുപടി പറഞ്ഞില്ലേ സാർ? ഞാനതാണ് ചോദിക്കുന്നത്. അവിടെ ഉണ്ടല്ലോ ആ മറുപടി നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അത് അദ്ദേഹം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ പൊതുയോഗങ്ങളിലടക്കം. അതെ, ദിവസം കിട്ടിയതിനു ശേഷം ഇനി അദ്ദേഹം പരിശോധിച്ച് റിപ്പോർട്ട് വരട്ടെ. പക്ഷേ ആ റിപ്പോർട്ട് അപ്പാടെ തള്ളുകയാണ് പ്രതിപക്ഷം. കാരണം ആരോപണ വിധേയൻ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിന് എന്ത് വിശ്വാസം എന്നാണ് ചോദിക്കുന്നത്. ആർക്കും അതിലൊരു വിശ്വാസമില്ല. CPIക്ക് വിശ്വാസമില്ല. ജനയുഗം അങ്ങ് കണ്ടതല്ലേ, 2ാമത്തെ തവണയാണ് എഡിറ്റോറിയൽ എഴുതുന്നത്. പ്രകാശ് ബാബു എഴുതിയത് ഇത് ആസൂത്രിതമാണ്, ദുരൂഹമാണ്, ഈ ഇടപെടൽ ഒരു അട്ടിമറിയാണ് എന്നൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് CPI തുടർച്ചയായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം ഘടകകക്ഷിക്ക് പോലും, 2ാമത്തെ ഘടകകക്ഷിക്ക് പോലും ബോധ്യപ്പെടാത്തൊരു വിഷയം, ഇടതുപക്ഷത്തെ MLAക്ക് ബോധ്യപ്പെടാത്തൊരു വിഷയം, RJDക്ക് ബോധ്യപ്പെടാത്തൊരു വിഷയം, എങ്ങനെയാണ് ഇടതുമുന്നണി തെരുവിൽ പ്രതിപക്ഷത്തെ പ്രതിരോധിച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക? അല്ല, താങ്കൾ ആ ചോദിച്ചതിൽ താങ്കളുടെ ആ ചോദ്യത്തിനോട് വാസ്തവത്തിൽ എനിക്ക് നന്ദിയുണ്ട്. കാരണം അത് ഞാൻ പറയണം, പ്രതികരിക്കണം എന്ന് ഉദ്ദേശിച്ചൊരു വിഷയമായതുകൊണ്ടും കൂടെയാണ് ഈ ജനയുഗത്തിന്റെ ഇന്നത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലെയും ഒക്കെയുള്ള ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിമർശനങ്ങളെന്ന് ഞാൻ പറയും. എന്താണെന്നറിയാമോ? ജനയുഗം പത്രം, എൻ്റെ അറിവിലത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, അവരുടെ കാര്യം അവരാണ് പറയേണ്ടത്. ജനയുഗം പത്രത്തിൽ വരുന്ന ഇത്തരം ലേഖനങ്ങൾ ആ പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് ആ പാർട്ടി നേതാക്കൾ പോലും പറയുന്നില്ല. ഞാൻ എൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ ഡെസ്കിലുള്ള അല്ലെങ്കിൽ എഡിറ്റോറിയൽ ടീമിലുള്ള ആൾക്കാർ കൂടിയാലോചിച്ചിരുന്ന് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്നതിനപ്പുറം CPI എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഔദ്യോഗിക ജിഹ്വയാണ് ജനയുഗം എന്ന ധാരണയിൽ നിന്നുകൊണ്ട് ജനയുഗത്തിൽ വരുന്ന കാര്യങ്ങൾ CPIയുടെ ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു നേരിട്ട് എഴുതിയ ലേഖനമോ?
അല്ല സാർ, ഞാൻ അതല്ലേ പറയുന്നത്. ഞാൻ എന്റെ അഭിപ്രായം പറയാണ്. താങ്കളത് ചോദിച്ചാൽ ഞാൻ നന്ദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാനിത് പറയുന്നത്. പ്രകാശ് ബാബുവിന്റെ പാർട്ടിയുടെ മുഖപ്രസംഗമല്ലെന്നും താങ്കൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അത് അവിടുത്തെ ഡെസ്കിലുള്ള എഡിറ്റർമാർ എഴുതുന്നതാണെന്ന് നേതാക്കന്മാരുടെയോ പാർട്ടിയുടെ അഭിപ്രായം അല്ലെന്നൊക്കെ താങ്കൾ പറയാം. പക്ഷെ പ്രകാശ് ബാബുവിന്റെ അഭിപ്രായത്തെ താങ്കൾ എങ്ങനെ തള്ളും? പ്രകാശ് ബാബു വേണ്ടി ഡെസ്കിൽ ആരും എഴുതി കൊടുക്കില്ലല്ലോ. അല്ല, ഞാൻ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അങ്ങനെയല്ലല്ലോ ഡോക്ടർ അരുൺ. 10-32 കൊല്ലമായിട്ട് ഞാനും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ എഡിറ്റോറിയൽ എഴുതുന്നതിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതല്ല, ആ പാർട്ടിയുടെ നിലപാടായിട്ടാണ് ഈ എഡിറ്റോറിയലും പിന്നെ എഡിറ്റ് പേജ് ലേഖനങ്ങളും വരുന്നത് എന്നതിൽ എനിക്ക് സംശയമുണ്ടെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാണ് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യം അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇന്നത്തെ സുപ്രഭാതം നോക്കൂ, ഇവരുടെ മറ്റേ ആണല്ലോ, അതെ, സമസ്തയുടെ. അതെ, സംസ്ഥാന മുഖപത്രത്തിൽ ഇന്നത്തെ വാർത്ത താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയില്ല. പ്രശ്നങ്ങളാണ് പറയുന്നത്. രൂക്ഷമായ വിമർശനമാണ്. സമസ്ത ആ ഭാഗത്തേക്ക് നോക്കുക വേണ്ട എന്നുള്ളതാണ് പ്രസംഗത്തിൽ പറയുന്നത്. അതെ, അതാ പറഞ്ഞത്. ഇതൊക്കെ വരുന്നത് വാർത്താ പ്രാധാന്യം നേടുക എന്നതിനപ്പുറം അതത് ഇപ്പൊ CPI ആണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. CPI എന്ന രാഷ്ട്രീയ കക്ഷിയുടെ നിലപാടിന്റെ ഭാഗമായിട്ട് അവർ പ്രതികരിക്കുന്നതാണ് ഈ ലേഖനങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടല്ല ഞാൻ പങ്കുവെക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഈ MR അജിത് കുമാറിനെ മാറ്റേണ്ടത് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമാണെന്ന് ആവശ്യപ്പെടുകയാണ്. അത് CPIയുടെ നിലപാടാണെന്ന് പിന്നീട് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ജനയുഗത്തിലെ എഡിറ്റോറിയലിൽ പറയുന്നത് പോലെ കാലവിളംബം അത് തന്നെ ആസൂത്രിതമാണ്, അത് അസ്വാഭാവികമാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. മാത്രമല്ല, ADGPയുടെ റിപ്പോർട്ട് വസ്തുതകളെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാൻ വിസമ്മതിക്കുന്നു എന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇത് വിശ്വാസയോഗ്യമല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനയുഗം എന്ന പാർട്ടിയുടെ പത്രത്തിലെ മുഖപ്രസംഗം തന്നെ പറയുന്നു. അത് പാർട്ടിയുടെ നിലപാടല്ലെന്നൊക്കെ നമുക്കിങ്ങനെ ന്യായീകരിക്കാം എന്നൊരു അത് പാർട്ടി പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Debate with Arun Kumar.